ബേസിൽ, നുസൂർ പറഞ്ഞ പ്രസ്താവനയെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? വാമനപുരത്ത് എന്താണ് സംഭവിച്ചത്? SDP-യുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സുധീർ ഷായെ സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നു. അതിൽ ആരുടെയൊക്കെ പിന്തുണയുണ്ട് എന്നുള്ള കാര്യവും നുസൂർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ആദ്യമേ എന്നോട് ചോദിച്ച ചോദ്യം SDP-യുടെ പിന്തുണയുണ്ട് എന്ന് നുസൂർ പറഞ്ഞു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ പാർട്ടിയിൽ, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഒരു ജനാധിപത്യമുള്ള ഒരു പാർട്ടിയാണ്, അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയാണ്, ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് ആർക്കും അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ SDP-യുടെ പിന്തുണ വാങ്ങി അല്ലെങ്കിൽ SDP-യുടെ പിന്തുണയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന കാര്യം നേതാക്കന്മാരെല്ലാവരും ക്രിസ്റ്റൽ ക്ലിയറായി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ആളുകളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ പിന്തുണയ്ക്ക് വേണ്ടി ചെയ്തല്ല, മറിച്ച് കോൺഗ്രസ്, അതായത് UDF, ടീം UDF 140 അസംബ്ലികളിലും 140 നിയോജക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമാക്കിക്കൊണ്ട് ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും 140 ആളുകൾക്കാണ് സീറ്റ് കൊടുക്കുവാനായിട്ട്, അല്ലെങ്കിൽ നിയമസഭയിലേക്ക് 140 സീറ്റേ കേരളത്തിലുള്ളൂ. ആ 140 നേതാക്കന്മാർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സീറ്റ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ടും എവിടെയും സ്വാതന്ത്ര്യമുള്ള ഈ പ്രസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഓരോരുത്തർക്കുള്ള അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിൽ തെറ്റില്ല. അപ്പോൾ അഭിപ്രായങ്ങളാണല്ലോ പാർട്ടിയുടെ പൊതുവായിട്ടുള്ള അഭിപ്രായം, അവരുടെ അഭിപ്രായങ്ങൾ അവർക്ക് പറയുന്നതിൽ തെറ്റില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ പറയുന്ന പോലെ ഭയങ്കര വർഗീയ ചുവയോടുള്ള സംസാരം, ആങ്കർ ഉൾപ്പെടെ കോൺഗ്രസിനെ വളരെ വർഗീയ ചുവയോടുള്ള സംസാരിക്കുന്നത് ഞാൻ കുറച്ച് നേരമായി. ആങ്കറും LDF-നെ പ്രതി ഒരുമിച്ച് നിന്നുകൊണ്ടാണ് കോൺഗ്രസിനെ വർഗീയ ചുവയോട് സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഈ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടത്തിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ഇലക്ഷൻ മത്സരിക്കുന്ന കാൻഡിഡേറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, അമ്പലത്തിൻ്റെയോ പള്ളിയുടെയോ മോസ്കിൻ്റെയോ ഒക്കെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് ആ എടുക്കുന്ന വിഷ്വൽസ്, അല്ലെങ്കിൽ അമ്പലത്തിനെയോ പള്ളിയോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളെ അതിനെ കൃത്യമായിട്ട് തിരഞ്ഞെടുപ്പിൻ്റെ, അതായത് അതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പിൻ്റെ പ്രൊമോഷൻ എന്ന രീതിയിലോ, അല്ലെങ്കിൽ അവിടെ വീഡിയോ എടുത്ത് അത് അവിടെ വോട്ട് ചോദിക്കാൻ ചെല്ലുന്നതിൽ തെറ്റില്ല, പക്ഷേ ആ വീഡിയോ എടുത്ത് അത് പ്രചരണത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്ന് കൃത്യമായിട്ട് ഇലക്ഷന്റെ പെരുമാറ്റച്ചട്ടത്തിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ കണ്ടത് എന്താ? ഇന്ന് നമ്മൾ കണ്ടത് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഇന്ന് നമ്മൾ കണ്ടതെന്നാ, ഗോപാലകൃഷ്ണൻ എന്ന് പോയിട്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ വെച്ച് പറഞ്ഞ എന്താ, ഹിന്ദു കാൻഡിഡേറ്റിനെ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായിട്ട് 25 വർഷമായിട്ട് ഹിന്ദു കാൻഡിഡേറ്റിനെ മത്സരിപ്പിച്ചിട്ടില്ല പോലും. ഒന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിന്റെ മണ്ണില് വർഗീയതയുടെ വിഷം തുപ്പുന്ന ഒരാളായിട്ട് ഇന്ന് ഗോപാലകൃഷ്ണൻ മാറിക്കഴിഞ്ഞില്ലേ? കേരളത്തിന്റെ മണ്ണിൽ ഇത്രയും, അതായത് ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ഒക്കെ ഒരുമിച്ച് ഒരേ സ്വരത്തോടെ ഒരേ മയായി നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഈ സംസ്ഥാനത്തിന്റെ അകത്ത് വർഗീയതയുടെ വിഷം തുപ്പുന്ന വലിയ ഡ്രാക്കുളയായിട്ട്, നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം, വലിയ ഡ്രാക്കുളയായിട്ട് വന്നിരുന്ന് പറയാം, ഒരു ഹിന്ദു കാൻഡിഡേറ്റിനെ, ഒരു ഹൈന്ദവ കാൻഡിഡേറ്റിനെ 1/4 നൂറ്റാണ്ടായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല, അല്ലെങ്കിൽ 1/4 നൂറ്റാണ്ടായിട്ട് ഈ മണ്ണിൽ പ്രഖ്യാപിച്ചിട്ടില്ല, ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് സംസാരിക്കുക. അപ്പൊ നിങ്ങൾ ഒരു വശം കണ്ടിട്ട് ഒരു വശം കണ്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ കാൻഡിഡേറ്റ് അല്ലേ BJP-യുടെ ഗോപാലകൃഷ്ണൻ, ഈ പറയുന്ന വർഷങ്ങൾക്ക് മുൻപ് കാസർഗോഡ് നടന്നൊരു മുദ്രാവാക്യം അങ്ങിപ്പോൾ മതേതരത്വത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗ് കാസർഗോഡ് മുസ്ലിം ലീഗ് നടത്തിയ ഒരു പ്രകടനം അമ്പലനടയിൽ കെട്ടിത്തൂക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചത് താങ്കൾക്ക് ഓർമ്മയുണ്ടോ? അതിലേതെങ്കിലും കേസെടുത്തോ? ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടോ? ഗോപാലകൃഷ്ണൻ നടത്തിയ സ്റ്റേറ്റ്മെന്റിൽ ഇവിടെ മറുപടി പറയാൻ BJP-യുടെ പ്രതിനിധിയുണ്ട്. ബേസിൽ പാറേക്കുടി, ഞാൻ ചോദിച്ചത് നുസൂർ ഉയർത്തിയ അതീവ ഗുരുതരമായ ഒരു ആരോപണത്തെ കുറിച്ചാണ്. നുസൂർ ഉയർത്തിയ അതീവ ഗുരുതരമായ ആരോപണത്തെ കുറിച്ചൊന്ന് മറുപടി പറയൂ. അതൊന്ന് പറയൂ. അതല്ലേ ഇന്ന് ഏറ്റവും പ്രധാനമായി നമ്മൾ എടുക്കേണ്ട ഒരു വിഷയം. NS നുസൂർ എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ, അങ്ങേക്ക് അറിയാമല്ലോ, തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖനായ നേതാവാണ്. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം അതീവ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. വാമനപുരം സീറ്റ് SDP-യുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തീരെഴുതിയെന്ന് നിങ്ങളുടെ സമുന്നതനായ ഒരു നേതാവ് പറയുമ്പോൾ അതിന് മറുപടി പറയൂ.
140 അസംബ്ലികളിൽ 140 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ടീം UDF ഐക്യ ജനാധിപത്യ മുന്നണിക്ക് 140 സീറ്റുകളുള്ള ഈ കേരളത്തിൽ 140 പേരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ 140 പേരെ പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും ഓ തമ്പ്ര എന്ന് പറഞ്ഞുകൊണ്ട് ഓച്ചാനിച്ച് മാറ്റി നിൽക്കുന്നവരല്ല ഞങ്ങളുടെ നേതാക്കന്മാർ പ്രവർത്തകരും എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ സ്വാഭാവികമായിരിക്കും അവർക്ക് ഒരു പൊട്ടിത്തെറികളും കാര്യങ്ങളും സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന നുസൂറിന് ഉൾപ്പെടെ സീറ്റിൽ പരിഗണിച്ച ഒരാളാണ്. നുസൂർ ഉൾപ്പെടെ ഒരു സീറ്റിൽ പരിഗണിച്ച ആളാണ്. ഈ പരിഗണിച്ച ആൾക്ക് സീറ്റ് കിട്ടാതാകുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള അവരുടെ ഭാഗത്തു നിന്നുള്ള പൊട്ടിത്തെറി ഉണ്ടായിരിക്കാം. ഞാൻ ചോദിച്ചത് എന്താ, തിരിച്ചു ചോദിച്ചെന്താ, ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് നിങ്ങളുടെ ഗുരുവായൂർ കാൻഡിഡേറ്റ് പറഞ്ഞ വർത്താനത്തിൽ എന്തി ആങ്കർക്ക് ഉത്തരവില്ലാത്തേ? മറുപടി പറയേണ്ടത് ഇവിടെ മറുപടി പറയാൻ ബിജെപിയുടെ പ്രതിനിധി ഇവിടെ ഇരിപ്പുണ്ട്. നന്ദു അതിനൊരു മറുപടി പറയൂ ആദ്യം. ഇപ്പോൾ ഗോപാലകൃഷ്ണന്റെ പരാമർശത്തെ കുറിച്ചാണ് ഇപ്പോൾ ബേസിൽ പാറേക്കുടി സംസാരിക്കുന്നത്. മനഃപൂർവ്വമായിരിക്കാം ഒരുപക്ഷെ നുസൂർ പറഞ്ഞതിനെ കുറിച്ച് കാര്യമായ ഒരു പ്രതികരണം അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാകാത്തത്. പറയൂ. ബേസിലിന്റെ ഒരു പൊതു നേച്ചർ ഇതാണ്. അതായത് ബേസിലിനോട് ഏത് ചോദ്യം ചോദിച്ചാലും പയറഞ്ഞാഴി എന്നുള്ള ഉത്തരം മാത്രമാണ് ബേസിലിന് അറിയുന്നത്. കമ്പിളിപ്പൊതപ്പ്, നമ്മൾ പഴയൊരു സിനിമയിൽ കേട്ടിട്ടില്ലേ, കമ്പിളിപ്പൊതപ്പ് എന്ന ഒരു തലക്കൽ നിന്ന് പറയുന്ന, നിങ്ങൾ എത്രയൊക്കെ ചോദ്യം ചോദിച്ചാലും അപ്പുറത്ത് നിന്ന് കമ്പിളിപ്പൊതപ്പ് എന്ന് മാത്രമേ പറയൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട ബേസിലെ, ഞാൻ താങ്കൾ ഒരു പ്രതിപക്ഷ മര്യാദ ബേസിൽ ഇത്രയും നേരം നടത്തിയ വെർബൽ ഡയറിക്ക് ഞാൻ മറുപടി പറഞ്ഞില്ലല്ലോ. ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ ചെയ്തത്. താങ്കൾ എന്തൊക്കെയാ പറഞ്ഞത്? താങ്കളോട് എന്താ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരമില്ലാതെ വരുമ്പോൾ ഇങ്ങനെ കൊഞ്ഞണം കുത്തി കാണിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് നിങ്ങളുടെ കുറെ ഫേസ്ബുക്ക് പേജുകളിൽ ഉപയോഗിക്കാൻ സാധിക്കുമായിരിക്കും. അതിനപ്പുറം ക്രെഡിബിലിറ്റി ഒന്നും ഇങ്ങനെ പറയുന്ന ആളുകൾക്കില്ല. അതാദ്യം താങ്കൾ മനസ്സിലാക്കും. ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് താങ്കളുടെ പാർട്ടിയുടെ സർക്കിളിൽ ചിലപ്പോൾ താങ്കൾക്ക് വലിയ വില കിട്ടുമായിരിക്കും. പക്ഷെ പൊതുജനം പുച്ഛിച്ച് തള്ളയുള്ളൂ. കാരണം എന്താണെന്ന് ചോദിക്കുന്ന ചോദ്യമെങ്കിലും മിനിമം മനസ്സിലാക്കിയിട്ട് ഉത്തരം പറയാനുള്ളൊരു പൊതുവിവേകം താങ്കൾക്ക് വേണം എന്ന് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. ഇനി താങ്കളുടെ സർട്ടിഫിക്കറ്റ് ഗോപാലകൃഷ്ണനും ആവശ്യമില്ല. മനസ്സിലായില്ലേ? താങ്കളുടെ പാർട്ടിയുടെ സർട്ടിഫിക്കറ്റ് ഗോപാലകൃഷ്ണനും ആവശ്യമില്ല. ഗോപാലകൃഷ്ണൻ ഞാൻ പറയട്ടെ എന്താ എന്താ വിചാരിച്ചു? തന്റെ ഗുണ്ടായിസം കാണിക്കുന്ന സ്ഥലം ഇത്, തന്റെ ഗുണ്ടായിസം കാണിക്കുന്ന സ്ഥലം അതൊക്കെ കോൺഗ്രസ് ഓഫീസിൽ. മനസ്സിലായില്ലേ? എന്നോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറുപടി പറയാൻ എനിക്കറിയാം. ഞാൻ താങ്കളുടെ സമയത്ത് ഒരു ഘട്ടത്തിൽ പോലും ഇടപെട്ടിട്ടില്ല. ആവശ്യമില്ലാതെ എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. ആവശ്യമില്ലാതെ എന്റെ കാര്യത്തിൽ ഇടപെടണ്ട കേട്ടോ. ബേസിലെ അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി. അവിടെ KPCC ഓഫീസിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇങ്ങോട്ട് ഇറക്കണ്ട. SDPI പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് സീറ്റും കൊടുത്തിട്ട് SDPI കാരന്റെ മുന്നിൽ പോയി ഓച്ചാനിച്ച് നിന്ന് അവന്റെ കാലിൽ കുമ്പിട്ട് കിടന്ന് അവന്റെ ചെരുപ്പ് നക്കി അവന്റെ വാറ് ഒഴിച്ചു കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് നല്ല തിണ്ണമിടുക്ക് കാണിക്കേണ്ടത്. മനസ്സിലായോ? അതൊക്കെ കാണിക്കണമെങ്കിൽ ആദ്യം VD സതീശന്റെ മുന്നിൽ ചെന്ന് നട്ടലുണ്ടെങ്കിൽ ആ നട്ടലിന് നിവർത്തി എന്നൊരു ചോദ്യം, എടോ സതീശ, SDPI കാരന് വേണ്ടിയിട്ടല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് എന്ന് VD സതീശനോട് പോയി ചോദിക്കാനുള്ള നട്ടൽ ആദ്യം ഉണ്ടാവണം. അതില്ലെങ്കിൽ ദയവ് ചെയ്ത് ഇതുപോലെ ചാനൽ ഫ്ലോറിൽ വന്നിരുന്നിട്ടുള്ള വെർബൽ ഡയറി ഒന്നും കാണിക്കരുത്. മനസ്സിലായോ? ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മറുപടി പറയും. അത് കേൾക്കാനുള്ള സഹിഷ്ണുത ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വരാമോ? താങ്കൾ ഇത്രയും നേരം എന്റെ പാർട്ടി എന്തൊക്കെ പറഞ്ഞു, ഞാൻ ഒരു വാക്കുകൊണ്ട് ഇതിനെ ഡിസ്റ്റർബ് ചെയ്തോ? ഇല്ലല്ലോ. അപ്പോൾ ആരും മര്യാദ ഇങ്ങോട്ട് കാണിക്കണം. ഇങ്ങോട്ട് കാണിച്ചാൽ അങ്ങോട്ടും കിട്ടും. അപ്പോൾ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് BJPയുടെ സീനിയർ മോസ്റ്റ് ലീഡറാണ്. അദ്ദേഹം ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ കേരളത്തിനകത്ത് ചർച്ച ചെയ്യിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയം തന്നെയാണ്. കാരണം ഗുരുവായൂർ പോലുള്ള ഒരു പ്രധാനപ്പെട്ട അമ്പലത്തിൻ്റെ നടയിൽ അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ട ഗതികേട് ഉണ്ടാക്കി കൊടുത്തത് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവുമാണ് എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾ അറിയണ്ടേ? ഞാൻ ചോദിക്കട്ടെ, താങ്കൾക്ക് ഗുരുവായൂരപ്പൻ്റെ കാര്യം പറഞ്ഞപ്പോൾ താങ്കൾക്ക് അങ്ങ് പൊള്ളിയല്ലോ. മതമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ ആളിൻ്റെ ആസനം താങ്ങുന്ന ആളല്ലേ താങ്കൾ? അയാൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് മുട്ടി നിൽക്കുന്ന യുവജന നേതാവല്ലേ താങ്കൾ? എന്താ അത് ചോദിക്കാത്തത്? ഞങ്ങൾക്ക് മതമാണ് വലുത്, മതത്തിന് ശേഷമേ ഉള്ളൂ രാഷ്ട്രീയം എന്ന് പറഞ്ഞ KM ജലീലിനോട് എന്താ താങ്കളുടെ മറുപടി? അയാളെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് നിർത്താൻ താങ്കൾ തയ്യാറുണ്ടോ? ഈ മുന്നണിയിൽ നിന്ന് മാറ്റി നിർത്താൻ തയ്യാറുണ്ടോ? അയാളോട് ഒരു വാക്ക് കൊണ്ടെങ്കിലും ഒരു വിശദീകരണം ചോദിക്കാൻ UDFനകത്ത് ആണായി പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? അതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരരുത്.
ആദ്യം സ്വന്തം കണ്ണിലെ വലിയ പാര എടുത്ത് മാറ്റിയിട്ട് ഞങ്ങളുടെ കണ്ണിലെ പൊടിയെക്കുറിച്ച് ചോദിക്കാൻ വന്നാൽ മതി കേട്ടോ. ബേസിലെ അതങ്ങ് കയ്യിൽ വെച്ചിരിക്കണം. 4 ആയിട്ട് മടക്കി ഇന്ദിരാഗാന്ധി ഓഫീസ് ഉണ്ടല്ലോ, ആ ഓഫീസിലെ സംസ്ഥാന പ്രസിഡന്റ് ഇരിക്കുന്ന കസേരക്കകത്ത് വച്ചിട്ട് വേണം ഇങ്ങോട്ടേക്കൊക്കെ വരാൻ. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാൽ അങ്ങ് ഭീഷണിപ്പെട്ടി പോകുന്ന ആൾക്കാരൊന്നുമല്ല ഞങ്ങൾ. ഇവിടെ എന്താ നിങ്ങളുടെ പ്രശ്നം? എന്തിനാ നുസൂർ ഇത്രയധികം ഡിസ്റ്റർബ്ഡ് ആയിട്ട് സംസാരിക്കുന്നത്? അല്ല, ബേസിൽ എന്തിനാ ഇത്രയും ഡിസ്റ്റർബ്ഡ് ആയിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം ഇവിടെ കേരളത്തിനകത്ത് ഞങ്ങൾ ഈ ഇലക്ഷൻ തുടങ്ങുന്നതിന് മുൻപ് പറഞ്ഞു, കേരളത്തിനകത്ത് ഇടതുപക്ഷവും വലതുപക്ഷവും SDPIയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ഒരുമിച്ച് നിന്നൊരൊറ്റ മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്. ആ മുന്നണി കേരളത്തിനകത്ത് അഡ്ജസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് പല സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർക്ക് ചില സ്ഥലങ്ങളിൽ അവരുടെ ഇംഗിതത്തിന് ജയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥികളെ CPIM വെച്ചു കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസും വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് കണക്കാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയമാണ്, അതിന് പരിപോഷിതപ്പെടുന്ന രീതിയിലുള്ള രാഷ്ട്രീയമാണ് കേരളത്തിനകത്ത് ഇടതു വലത് മുന്നണികൾ നടത്തുന്നത്. ഇനി ബേസിൽ പറഞ്ഞല്ലോ, ഞങ്ങളൊരു വർഗീയവാദിയുടെ രാഷ്ട്രീയത്തിനും ഒപ്പമല്ല UDF എന്ന് നിങ്ങൾ പറഞ്ഞു. ജലീലിക്ക പറഞ്ഞു, ജലീലിക്കയുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ മുന്നണി ഒരു വർഗീയവാദിയുടെ മുന്നിൽ തല കുനിച്ചിട്ടില്ല. ഞാനൊരു ചെറിയ വീഡിയോ ക്ലിപ്പ് കേൾപ്പിക്കുക. ഇത് ഞാൻ നേരത്തെ ഒരു ജനസഭയിൽ കേൾപ്പിച്ചത്, ഒന്ന് കേട്ടു നോക്കണം നിങ്ങൾ ആദ്യം. മന്ത്രി റിയാസ് ചോദിക്കുന്നത് നല്ലതാണ്. വീട്ടിൽ പോകുമ്പോൾ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വരെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയുടെ മധുരം നുണഞ്ഞ ആളാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുടെ മധുരം നുണയാത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി കേരളത്തിലുണ്ടെങ്കിൽ അത് BJP മാത്രമാണ്. ക്ലിയർ ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിനകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയും തീവ്രവാദികളുടെയും ചെരുപ്പ് നക്കാൻ പോയിട്ടില്ല എങ്കിൽ അത് കേരളത്തിനകത്ത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരൊറ്റ പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ എന്ന് കേരളത്തിലെ ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വലതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഒരുപോലെ പിന്തുണ കൊടുത്തിട്ടുള്ള ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ പറഞ്ഞതാണ് നിങ്ങൾ ഈ കേട്ടത്. ഇനി ഞാൻ ഒരു ചിത്രം കൂടി നിങ്ങൾക്ക് കാണിക്കാം. ഞാൻ നീലിമ ചേച്ചിക്ക് അയച്ചിട്ടുണ്ട് ആ ചിത്രം. ഒരു ചിത്രം കൂടി ഞാൻ കാണിക്കാം. ഈ നുസൂറിനെ അല്ല, ഈ ബേസിലിനെ പോലെയുള്ളവര് മിനിമം ഈ കാര്യങ്ങളിൽ ഒരു ചെറിയ ഹോംവർക്ക് ചെയ്തിട്ട് വരണം. ഇത് നിങ്ങളുടെ പഴയ KPCCയുടെ നേതാവായിട്ടുള്ള ശ്രീ MM ഹസൻ നിഷേധിക്കുന്നില്ലല്ലോ അല്ലേ? നിഷേധിക്കുന്നില്ലല്ലോ MM ഹസൻ ആണെന്നുള്ള കാര്യത്തിൽ. അദ്ദേഹത്തിന്റെ ഇപ്പുറത്ത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ സഖാവ് ശിവൻകുട്ടി ഇന്ന് നേമത്തെ കാൻഡിഡേറ്റ് കൂടിയാണ്. ഇവരുടെ രണ്ടുപേരുടെ നടുക്കിരിക്കുന്നയാളിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവും. ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ഇദ്ദേഹത്തിന് പരിചയമുണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ പേരാണ് MK ഫൈസി. അതായത് SDPI എന്ന് പറയുന്ന സംഘടനയുടെ അഖിലേന്ത്യാ അധ്യക്ഷനും UAPA കേസിൽ ജയിലിൽ കിടന്നിട്ട് ഇപ്പോൾ റിലീസായിട്ടുള്ള ഒരു കൊടും ക്രിമിനൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ആളിൻ്റെ ഇടത് കൈയിലും വലത് കൈയിലും ഒരുപോലെ പിടിച്ച് രണ്ടുപേരും കൂടി കൂട്ടിച്ചേർത്ത് പിടിച്ചിരിക്കുന്ന ചിത്രമാണിത്. ഇത് ഞാൻ ചേച്ചിക്ക് അയച്ചിട്ടുണ്ട്. ഒന്ന് കാണിച്ചു കൊടുത്താൽ ഇവർക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും, ജനങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ തരത്തിൽ വീട്ടിനകത്ത് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുകയും അതിനുശേഷം പുറത്തിറങ്ങിയിട്ട് കുറ്റം പറയുകയും ചെയ്യുന്ന നാലാംകിട പെണ്ണുങ്ങളുടെ സ്വഭാവമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഇന്ന് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരു നാണയത്തിന്റെ ഇരുപുറമാണ് എന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ് 2026 വരാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ജാള്യത മറയ്ക്കാൻ ഇനി എത്രയൊക്കെ നിങ്ങൾ ബഹളം വച്ചാലും എത്രയൊക്കെ നിങ്ങൾ കള്ളപ്രചരണം നടത്തിയാലും ആ പ്രചരണങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹം, മതേതരത്വ സമൂഹം നിങ്ങളെപ്പോലെയുള്ള വർഗീയവാദികളെ ചാട്ടയ്ക്കടിച്ചു മാറ്റി നിർത്തുന്ന കാലം അതായിരിക്കും. മെയ് മാസം 4-ാം തീയതി കേരളത്തിനകത്ത് ഒരു പുതിയ വികസിത കേരളത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ നടത്താൻ വേണ്ടി പോകുന്നു. അതിനൊന്നും ഞങ്ങൾക്ക് ഭയമില്ല. ചിത്രങ്ങളും ദൃശ്യങ്ങളും അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.